സമയം കിട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ ഔട്ട്, 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ മാത്രമേ സമയമുള്ളൂ എന്ന് പറയുന്ന ആണുങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ഒരു സൈഡുണ്ട്. അതായത് മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും, ദൈവമേ എനിക്ക് സമയമില്ല. പക്ഷേ അങ്ങേർക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്ന്. പക്ഷേ അതൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഒരു മിതമായ സമയമാണ് എപ്പോഴും നല്ലത്. അല്ലാതെ മണിക്കൂറുകളോളം ഇങ്ങനെ ഔട്ട് ഇല്ലാതിരിക്കുന്നെന്ന് പറയുമ്പോഴേക്കും അതെന്തെങ്കിലും മെച്ചമുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അതിലൊരു മെച്ചവുമില്ല. അതിനും പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ എന്താകാം ഇങ്ങനെ അസാധാരണമായി താമസിക്കാൻ കാരണം? അതിൽ നാഡി ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ട് സുഷുമ്ന നാഡിക്ക്, സ്പൈനൽ കോഡിന് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടോ രോഗാവസ്ഥകൾ കൊണ്ടോ ഈ ഒരു ഭാഗത്തേക്കുള്ള നാഡി ഞരമ്പുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുക, അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റുക, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള രക്തസംക്രമണം അങ്ങോട്ട് ഉണ്ടാകാതിരിക്കുക. അത് പല അവസ്ഥകൾ കൊണ്ടും വരാം, രോഗങ്ങൾ കൊണ്ടും വരാം, പരിക്കുകൾ കൊണ്ടും വരാം. ഇനി അടുത്തത് ഹോർമോണൽ വ്യതിയാനങ്ങൾ. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ അത് പലരെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. ചിലർക്കത് ടൈം കുറയ്ക്കും, ചിലർക്ക് ടൈം കൂട്ടും. ഇനി തൈറോയ്ഡ് പ്രശ്നങ്ങളും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അടുത്തതായി ആൺഗ്രന്ഥിയായ പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങളും അവസ്ഥകളും, അതേപോലെ തന്നെ സർജറി, അതിന് വല്ല സർജറി മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനി മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാകാം. സ്ഥിരമായിട്ട് പല രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിഷാദ രോഗം പോലെ മാനസികമായ ചികിത്സയ്ക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഉയർന്ന BP-ക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൊണ്ട് വേണമെങ്കിലും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ വരാം. പിന്നെ മദ്യപാനം, ലഹരിയുടെ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ഈ അവസ്ഥ വരാം. പിന്നെ സ്വയം ആണുങ്ങൾ അവരുടെ സന്തോഷത്തിൽ ഏർപ്പെടുമല്ലോ, അത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇണയെ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഇണയോടടുത്ത് പെരുമാറുമ്പോഴേക്കും പഴയ രീതിയിലുള്ള ഒരു രസം തോന്നില്ല. കാര്യം ആ ശീലത്തിന് അടിമയായിപ്പോയി, ആ ശീലമായിരിക്കും രസം വരിക. ഇവിടെ ആകുമ്പോഴേക്കും അത് വർക്കൗട്ട് ആകില്ല. അങ്ങനെ വേണമെങ്കിൽ വരാം. പിന്നെ പ്രായം കൂടുന്തോറും ഈ പ്രശ്നങ്ങൾ വരാം. പിന്നെ വിഷാദ രോഗം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ടെൻഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാനസികമായ പ്രശ്നങ്ങളുണ്ടല്ലോ, അത്തരം പ്രശ്നങ്ങളിലും ഇതേപോലെ താമസിക്കാം. അപ്പോൾ ലേറ്റ് ആകുന്നതിനും കാരണമുണ്ട്, അതേപോലെ പെട്ടെന്നാകുന്നതിനും കാരണമുണ്ട്. രണ്ടിനും ഏകദേശം സെയിം കാരണമാണെങ്കിലും പ്രവർത്തിക്കുന്നത് 2 രീതിയിലാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളവർ എന്താണ് യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് കാരണങ്ങൾ കറക്റ്റാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ അസാധാരണമായി സമയം നീണ്ടു പോകുകയാണെങ്കിൽ അത് വലിയൊരു നല്ല സംഗതിയല്ല, അതിന് പിന്നിലും എന്തോ കാരണങ്ങളുണ്ട്.